മൂന്നാഴ്ച മാത്രം നീണ്ട പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂര് ഇന്ന് ബൂത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ വഞ്ചനയെ തുടർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുണ്ടെങ്കിൽ വോട്ടെടുപ്പിന്റെ ഫലം രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും കാണില്ല. എന്നും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ജനത തന്നെയാണ് നിലമ്പൂരിലേത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ചർച്ചകൾ വഴിതിരിക്കാൻ ആദ്യ അവസാനം മുതൽ ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിലും മണ്ഡലത്തിൽ സജീവമായി നിന്നത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രാഷ്ട്രീയം തന്നെയായിരുന്നു. വികസനത്തിനും നവകേരളത്തിനും ഒപ്പം നിലമ്പൂർ നിൽക്കണോ എന്നുള്ളത് തന്നെയാണ് വോട്ടർമാരുടെ മുന്നിൽ വന്ന ആദ്യ ചോദ്യം തന്നെ. വർഗീയത രാജ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ 10 വോട്ടിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എന്ന മതരാഷ്ട്രവാദ സംഘടനവുമായി കൂട്ടുകൂടിയ UDFന്റെ അവസരവാദ നിലപാടാണ് മണ്ഡലം മുഴുവനായി ചർച്ച ചെയ്ത മറ്റൊരു വിഷയം. ഈ നിലപാടിനെ ന്യായീകരിക്കാൻ അവർ മതരാഷ്ട്രവാദികൾ അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ പ്രതിപക്ഷ നേതാവിനെ കേരള ജനത മൊത്തം കണ്ട കാര്യം തന്നെയാണ്. മനുഷ്യ ജീവന് പരിഗണന നൽകാത്ത കേന്ദ്ര വനസംരക്ഷണ നിയമവും സംസ്ഥാനത്തെ മലയോര കർഷകർ നേരിടുന്ന വന്യജീവി ശല്യവും ഒക്കെ മൂന്നാമത്തെ കാര്യം തന്നെയാണ്. പെൻഷനും ലൈഫും അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ, അതിനോട് മുന്നണികൾക്കുള്ള നിലപാട്, തൊട്ടടുത്തുള്ള മുണ്ടക്കൈ ദുരന്തത്തിലെ ദുരന്ത ബാധിതരോടും കേരളത്തിന്റെ വികസനത്തോടും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികളും അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സമീപനവും എന്നിവയൊക്കെ സജീവ ചർച്ചകൾ തന്നെയായിരുന്നു. സ്വാഭാവികമായി സ്ഥാനാർത്ഥികളുടെ മികവും അവർ വിവിധ വിഷയങ്ങളിൽ കൈക്കൊണ്ട അഭിപ്രായങ്ങളും വോട്ടർമാരുടെ മുന്നിൽ വന്നുകൊണ്ടേയിരുന്നു. ഇവയ്ക്കൊക്കെയാണ് ഉത്തരമെങ്കിൽ നിലമ്പൂർ നവകേരളത്തിനും മതനിരപേക്ഷതയ്ക്കും ഒപ്പമായിരിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ വികാരം തന്നെയാണ് മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചയും പ്രചാരണവും വഴിതിരിച്ചുവിടാൻ ശ്രമങ്ങൾ അനേകമുണ്ടായിരുന്നു. പന്നിക്കിണി മുതൽ പെട്ടി വരെ വെച്ചുള്ള രാഷ്ട്രീയ കളികളെല്ലാം നോക്കി. എന്നാൽ നിമിഷങ്ങൾക്കകം അവയെല്ലാം ആവിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അറ്റകൈ പ്രയോഗം എന്നുള്ള പോലെ CPIഎമ്മിന് RSS ബന്ധമുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി സമ്മതിച്ചു എന്നുള്ള പച്ചക്കള്ളമാണ് UDF കേന്ദ്രങ്ങൾ പ്രചരണ ആയുധമാക്കിയത്. MV ഗോവിന്ദൻ അടിയന്തരാവസ്ഥയിലെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ വിശദീകരിക്കുന്നതിലെ ഏതാനും ചില വാചകങ്ങൾ വക്രീകരിച്ചാണ് ഈ പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമമാണ് ഇത് ഏറ്റുപിടിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. UDFന്റെ മതരാഷ്ട്രീയവാദികളുമായുള്ള കൂട്ടുകെട്ടിനെ ഇതുവഴി പ്രതിരോധിക്കാനും ന്യൂനപക്ഷങ്ങളിൽ ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനും കഴിയുമോ എന്നുള്ളതാണ് നോക്കുന്നത്. തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. RSSുമായി CPIഎമ്മിന് പണ്ടും ഇപ്പോഴും ഒരു ബന്ധവും ഇല്ല എന്നും ഭാവിയിൽ ഉണ്ടാകില്ല എന്നും ആവർത്തിച്ചതോടെ മണിക്കൂറുകൾ മാത്രം നീണ്ട ആ കള്ളപ്രചാരണത്തിന്റെ ആയുസ്സും അവസാനിക്കുക തന്നെയായിരുന്നു. RSSന്റെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് 79ലെ തെരഞ്ഞെടുപ്പിൽ EMS തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. വർഗീയവാദികളെ മനുഷ്യരായി പരിഗണിക്കുന്നില്ല എന്നും അവരുടെ വോട്ട് വേണ്ട എന്നും നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയ കാര്യം തന്നെയാണ്. ഇതെല്ലാം വോട്ടർമാരുടെ മുന്നിൽ നിൽക്കുകയാണ് ചർച്ച യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഈ വ്യത്യാശ്രമം തന്നെ. LDF പക്ഷെ ഈ ചൂണ്ടകളിൽ കൊത്തിയതുമില്ല. LDF സർക്കാരിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തി പ്രതിപക്ഷം അവയോട് സ്വീകരിക്കുന്ന പ്രതിലോമ നിലപാട് വിശദീകരിച്ച് തന്നെയായിരുന്നു ജനങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തൊട്ടറിഞ്ഞവർ തന്നെയാണ് നിലമ്പൂരിലെ വോട്ടർമാർ. 1800 കോടിയുടെ വികസനമാണ് മണ്ഡലത്തിൽ നടപ്പായിട്ടുള്ളത്. ആദിവാസികൾ അടക്കം മാസം 60,000-ഓളം പേർ ക്ഷേമ പെൻഷനിലൂടെ പട്ടിണിയില്ലാതെ ജീവിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തെ തന്നെ മികച്ച പൊതുജനാരോഗ്യ കേന്ദ്രമായ നിലമ്പൂർ ജില്ലാ ആശുപത്രി, മിനി സർവീസ് സ്റ്റേഷൻ, മലയോര ഹൈവേ, ഹൈടെക്കായ സ്കൂളുകൾ മന്ത്രിയെ സംഭാവന ചെയ്തിട്ടും UDF കാലത്ത് ദർശിക്കാനാകാത്ത വികസന കുതിപ്പിനാണ് നിലമ്പൂര് സാക്ഷിയായിട്ടുണ്ടായിരുന്നത്. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രവും ഉപതെരഞ്ഞെടുപ്പ് ചരിത്രവും LDFന് അനുകൂലമാണ് എന്നുള്ളതും വോട്ടർമാരുടെ മുന്നിലുള്ള കാര്യം തന്നെയാണ്. 1965 രൂപീകരണം മുതൽ 7 തവണ ഇടതുപക്ഷത്തെ നിയമസഭയിലേക്ക് എത്തിച്ച മണ്ഡലം തന്നെയാണ് നിലമ്പൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഷെരിമയുടെ രാഷ്ട്രീയത്തിനാകും നിലമ്പൂരിന്റെ വിധിയെഴുത്ത് എന്നുള്ളത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പ്രചാരണ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ടൂറിസത്തിനടക്കം വൻ സാധ്യതകളുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂര്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുവാൻ സഭയുടെ കാലാവധി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിലും പലതും തുടങ്ങി വെക്കാൻ ആകുമെന്നുള്ള സ്വരാജിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നെയാണുള്ളത്. ആ തുടക്കം LDF സർക്കാരിന്റെ മൂന്നാം ഊഴത്തിൽ നാദി കുറിക്കലായി മാറുകയും ചെയ്യും.